ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഇടിച്ചക്കയും വൻപയർ ഇട്ടിട്ടുള്ള തോരനാണ്. ഞാനൊരു കഷ്ണം ഇടിച്ചക്ക എടുത്തു. ഇനി ഇതെല്ലാം തൊലിയെല്ലാം ചെത്തി അതിൻ്റെ അരക്കെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ. ഞാനിതെല്ലാം തൊലിയെല്ലാം ചെത്തിയെല്ലാം കഷ്ണം മുറിച്ചു കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. വേണ്ടതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വൻപയർ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വൻപയർ എടുത്തു. കുക്കറിനകത്തേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 വിസിലൊക്കെ ആകുമ്പോൾ ആകും കേട്ടോ. ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾ, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാൻ അതിനായിട്ടുള്ളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കരിവേപ്പില, വത്തൽ മുളകും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇടിച്ചക്ക ഇട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളത് വൻപയർ വേവിച്ചതും ആ വെള്ളത്തോട് കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അരപ്പും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ചെറു തീയിൽ വേവിച്ചെടുക്കണം. അതൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ കേട്ടോ. നമ്മൾ എല്ലാവരും സ്ത്രീകൾ, വീട്ടിലെല്ലാ അമ്മമാരും അടുക്കളയിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുക്കളയെല്ലാം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചില ആൾക്കാർ മുതിര വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക തോരനൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക